ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോ പഠിക്കുന്നത് ലാംഡ എക്സ്പ്രഷനെ പറ്റിയാണ്. ശരിക്കും അത് ജാവാസ്ക്രിപ്റ്റിൻ്റെ കേസിൽ അത് ആരോ ഫംഗ്ഷൻ തന്നെയാണ്, കുറച്ചുകൂടെ ഷോർട്ടറായിട്ട് എഴുതുന്ന ഒരു ആരോ ഫംഗ്ഷൻ. അപ്പോൾ നമുക്കിത് ലാംഡ എക്സ്പ്രഷനെ പറ്റി ഒന്ന് പഠിക്കാം. നമുക്ക് ഒരു ചെറിയ ലാംഡ എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ MSG എന്ന് പറയുന്നു. ഇവിടെ ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് ഇടുക, ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് ഇടുക, അതിനുശേഷം ആരോ കൊടുക്കുക. എന്താണോ പ്രിൻറ്റ് ചെയ്യേണ്ട മെസ്സേജ് അതിവിടെ പറയുക. എന്നോട് ഹലോ എന്ന് പറയുന്നു. ഇതിനെ കോൾ ചെയ്യുന്നത് console.log MSG എന്ന് പറയുക. ഇത്രയേ ഉള്ളൂ. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഹലോ എന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമുക്കൊരു പാരാമീറ്റർ ഉള്ള ഒരു ലാംഡ എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാം. ലെറ്റ് SQR സ്ക്വയർ കണ്ടുപിടിക്കുന്ന ആയിക്കോട്ടെ. ഇവിടെ നമുക്ക് പാരാമീറ്റർ ഒരെണ്ണം ഉള്ളെങ്കിൽ നമുക്കിവിടെ ആ ഫംഗ്ഷൻ്റെ ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് വേണ്ട. പകരം നമുക്ക് ഇപ്പോൾ ഇവിടെ N1 ആണ് പാരാമീറ്റർ എന്ന് വെച്ചു. N1 പിന്നെ ആരോ ഫംഗ്ഷൻ N1 ഇൻറ്റു N1 എന്നങ്ങ് പറഞ്ഞാൽ മതി. ഇവിടെ നമുക്ക് പാരാമീറ്റർ ഒരെണ്ണം ഉള്ളെങ്കിൽ നമുക്കൊരിക്കലും ഫംഗ്ഷൻ്റെ ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല. നമുക്കതൊന്ന് പ്രിൻറ്റ് ചെയ്യാം. console.log SQR ബ്രാക്കറ്റിനകത്ത് സ്ക്വയർ കണ്ടുപിടിക്കേണ്ട നമ്പർ പാസ് ചെയ്തു. ഇനി നമുക്കൊന്ന് റൺ ചെയ്യാം. ഇപ്പം നമുക്ക് അതിൻ്റെ സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഒന്നിലധികം പാരാമീറ്ററുള്ള ഒരു ലാംഡ എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ആഡ് എന്ന് പറയുന്നു. ഇവിടെ ഒന്നിലധികം പാരാമീറ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് ഫംഗ്ഷൻ്റെ ആ ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് വേണം. ഇവിടെ പാരാമീറ്റർ കൊടുക്കുക. ഇവിടെ N1 N2 എന്നാണ് പാരാമീറ്റർ. ശേഷം ആരോ ഫംഗ്ഷൻ പറയുന്നു. ഇവിടെ N1 പ്ലസ് N2 എന്ന്. ഇത്രയേ ഉള്ളൂ. നമുക്കതൊന്ന് പ്രിൻറ്റ് ചെയ്യാം. console.log add 10,20 എന്ന് കൊടുക്കാം. അത് 30 എന്ന് വന്ന് റിസൾട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്.